നമ്മളിപ്പോൾ ക്യാബേജ് തോരനാണ് വെക്കാൻ പോകുന്നത്. ഒരു ഫുൾ ക്യാബേജിൻ്റെ പകുതി എടുത്തതാണിത്. അത് തന്നെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. പൊടി പൊടിയായിട്ടല്ല, ഒരുപാട് നീളത്തിലും അല്ല, ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇത് കണ്ടല്ലേ, ഈ ഒരു കട്ടിയുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളതായിരുന്നു, പുറമേ അല്ല ഉള്ളത്. ഇത് നടുക്കായിട്ട്, ഓരോ ഏതലിൻ്റെ നടുക്കായിട്ടുള്ളത് ഇത് ഞാനിങ്ങനെ ഇളക്കി മാറ്റി. കാരണം ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും. ഇതുമായിട്ട് വേവാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാവും, ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്തില്ല. ചില സമയത്ത് വളരെ ചെറിയൊരു ക്യാബേജ് പീസേ ഉള്ളെങ്കിൽ ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടും. പക്ഷേ ഇപ്പോൾ അത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിന് വേവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ക്യാബേജ് തോരൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടേസ്റ്റിയായി കിട്ടത്തില്ല. അത് ഞാനങ്ങ് മാറ്റി, അത് വേണ്ട നമുക്ക്. ഞാനിതിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കാം. സവാള ഉള്ളി ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഈ ഒരു ക്യാബേജിൻ്റെ പരുവത്തിൽ തന്നെ അരിഞ്ഞേക്കുന്നത്. കറിവേപ്പില ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അത് നല്ല മണമൊക്കെ കൊടുക്കുന്നത്. അതുപോലെ നേരെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ക്യാബേജ് തോരനൊക്കെ വെക്കുമ്പോൾ നല്ല ഇച്ചിരി എരിയൊക്കെ വേണം. എരിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി ഏറെ എരിയുള്ള മുളക് തന്നെയാണ്, ഒരു 4-5 എണ്ണം ഉണ്ട്. അത് രണ്ടായിട്ട് കീറിയിട്ട് എടുത്തേക്കാണ്. എന്താണ് ഇത് കണ്ടില്ലേ, ഇത് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തേക്കുന്നത്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് ഇതിൻ്റെ ഒരു വലിയ പാത്രമാണ്, ഉണ്ടല്ലേ, വലിയൊരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കാൻ കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം. ഇനി ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഒന്നിച്ച്, ഒന്നും വേറെ വേറെ വഴറ്റുന്നില്ല, എല്ലാം. അതേപോലെ ഇത് മറന്നുപോയി, നമുക്ക് തേങ്ങ വേണം. തേങ്ങ ആവശ്യത്തിന് അതും ഇട്ട് കൊടുക്കുകയാണ്. അരമുറി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനിട്ട് കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് ഞാനങ്ങ് നല്ലതായിട്ട് ഇളക്കാൻ പോകണം. അതിനാണ് ഈ വലിയ പാത്രം എടുത്തത്. കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ചുകൂടി ഉപ്പ്. നല്ല രീതിയിൽ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. എന്നാലാണ് ടേസ്റ്റ് ക്യാബേജ് തോരൻ ടേസ്റ്റ് കിട്ടുക. ആർക്കെങ്കിലും സദ്യ കൊടുക്കുമ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു തോരൻ ക്യാബേജ് തോരനാണ്. എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നല്ല മറ്റുള്ള കറികളുമായിട്ട് നല്ലൊരു കോമ്പിനേഷനുള്ളൊരു തോരനാണ്. ഇപ്പം മീൻ കറിയും മോരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്യാബേജ് തോരനും നല്ല ടേസ്റ്റ്. അതുപോലെ ബീഫ് കറിക്ക് കൂടെ വന്നാലും എരിവുള്ള കറികളുടെ കൂടെ ഈ ഒരു ക്യാബേജ് തോരൻ നല്ല കോമ്പിനേഷനുണ്ട്. അതാ ഇതുപോലെ നല്ലതായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരല്പം ഉഴുന്ന പരിപ്പ്, വറ്റൽ മുളക്, ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി. നമുക്കിനി നമ്മുടെ ക്യാബേജ് മിക്സ് ഒരു സമയത്ത് ഞാൻ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്യാബേജ് തോരന് ജീരകം അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ക്യാബേജ് ഈ തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ ക്യാബേജ് അത്ര നല്ലതല്ലെന്ന് പറയും. അപ്പോൾ ആ ക്യാബേജ് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ല രീതിയിൽ വെള്ളം പിടിക്കാതെ കുഴയാതെ ഒക്കെ തോരൻ വെച്ചെടുക്കുന്നതിലാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. ഫസി നമുക്ക് ഇതൊന്ന് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഞാനിതിന്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി വെള്ളമുണ്ട്, കണ്ടില്ല. ഞാനത് കൈ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ വെള്ളമയമായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് തീ വളരെ കുറച്ചു, എന്നിട്ട് ഞാനത് അടച്ച് വയ്ക്കുകയാണ്. ക്യാബേജ് അത് നല്ല രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് എളുപ്പത്തിന് കുഴച്ച് ഒന്ന് എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തരും.
ഇനി കുറച്ച് നേരം ഒന്ന് ആവി വരുന്ന സമയം നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരുപാട് വേവ് ഇല്ലെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുക, ഒന്ന് ആവി കയറുന്നുണ്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ ഏറെ വെള്ളമുള്ള ക്യാബേജ് ആണെങ്കിൽ നമുക്കത് തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി കൂട്ടണമെങ്കിൽ ശകലം കൂട്ടിയിട്ട് അത് നല്ലതായിട്ട് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതുവരെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നോക്കാം. ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, വെള്ളമൊന്നും അധികം ഇല്ലാണ്ടോ. ഒരുപാട് നേരം ആവി കയറ്റണ്ട. 2-3 മിനിറ്റ് ആകുന്ന ആവി ചൂടിൽ ഇരുന്ന് പെട്ടെന്ന് വേവുന്ന ഒരു തോരനാണ്. നല്ല രുചിയുള്ള തോരനാണ്. അതിൻ്റെ ആ ഒരു പരുവത്തിന് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് ക്യാബേജ് തോരൻ്റെ. ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് സെലക്ട് ചെയ്യുന്നതിനകത്തും കാര്യമുണ്ട്. ഞാനിപ്പോൾ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ക്യാബേജുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഭയങ്കര കട്ടിയുള്ള ലീഫുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കവറിങ് ഉള്ളത് ഞാൻ എടുക്കാത്തില്ല. ഭയങ്കര ഇങ്ങനെ പൊന്തൻ പോലെ ഇരിക്കുന്നത് ഞാൻ എടുക്കാറേ ഇല്ല. അതിനൊരു ടേസ്റ്റും കാണില്ല. അതേസമയം ഇച്ചിരി കട്ടി കുറഞ്ഞ ഏതലുള്ള ആ ഒരു ടൈപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ചില ക്യാബേജുകൾ എടുത്ത് നോക്കുമ്പോൾ അതിന് വലിയ വെയിറ്റ് ഒന്നും കാണില്ല, പക്ഷേ ഭയങ്കര വലിപ്പമൊക്കെ ആയിരിക്കും. പക്ഷെ അത് കൊള്ളില്ല കേട്ടോ. അതേസമയം നമ്മളിങ്ങനെ ചെറുതാണെങ്കിലും എടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് വേണം. വെയിറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഇതളുകൾക്ക് നല്ല കട്ടി കുറഞ്ഞ ഇതളുകളാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ഇളക്കി അതിൻ്റെ അല്പമെങ്കിലും ആവി ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ചതിൻ്റെ ആവി വെള്ളം ഇല്ലാണ്ട് ഞാൻ ആ വെള്ളം കൂടെ വറ്റിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ വെള്ളമൊന്നും ഇല്ല, പക്ഷേ ഇതിന് ഒരു ആവി തട്ടിയിട്ടുണ്ടല്ലോ, അതുപോലും നമ്മൾക്ക് ഈ ടേസ്റ്റ് നഷ്ടപ്പെടുത്തും. അപ്പോൾ നല്ലതായിട്ട് ചൂടിൽ ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ. പിന്നെ ഈ അടച്ച് വെക്കുമ്പോൾ നിങ്ങൾ ഏറെ നേരം അടച്ച് വെച്ചാൽ ഞാനീ പറഞ്ഞ പോലെ കിട്ടില്ല കേട്ടോ. ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ തുറക്കണം, കുഴഞ്ഞു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ നമുക്ക് കിട്ടണം. ഇതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല ടേസ്റ്റുണ്ട്. ഈ ക്യാബേജ് പറഞ്ഞാൽ എരി ഉപ്പും ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ പോയി. പച്ചമുളക് ഇതിന് കുറയ്ക്കരുത്. ഒരുപാട് എരി ആവണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിൽ അത്യാവശ്യത്തിന് എരി വേണം. ഇതുപോലെ ഇളക്കാൻ പറ്റുന്ന ഒരു വിസ്താരമുള്ള പാത്രത്തിൽ വെക്കുന്നതും ഒരു നല്ല കാര്യം തന്നെ കേട്ടോ. കാരണം ഈ കുഞ്ഞു ഉരുളിയിലൊക്കെ ചിലർ വെക്കും, വിസ്താരം കാണില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, അതിങ്ങനെ ഇളക്കാനും പറ്റത്തില്ല, അപ്പം കുഴയും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ചീഞ്ചട്ടി കിട്ടുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഇട്ട് ചെയ്താലും നല്ല. അലുമിനിയം ചീഞ്ചട്ടിയിലൊക്കെ നമ്മൾ ചെയ്യും, അലുമിനിയം ഉരുളിക്കകത്തൊക്കെ ചെയ്യും, പക്ഷേ ഇച്ചിരി വിസ്താരം വേണം. അപ്പോഴാണ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നല്ല കറക്റ്റായിട്ടുണ്ട്. ചെറിയൊരു ചുമപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടിൽ നല്ലതായിട്ട് ഇളക്കി നിർത്തുവാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം, ചൂടൊക്കെ പോകുന്നത് വരെ. കണ്ടോ, നല്ല സദ്യക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല രുചിയായിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണ് ഞാൻ ഈ വെച്ചേക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഊണിനൊക്കെ ക്യാബേജ് തോരൻ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മോരും തോരനും സാമ്പാറും ഒക്കെ ചേർത്ത് കഴിക്കുമ്പം നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നില്ലേ. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇളം ക്യാബേജ് എടുക്കുന്നതാണ് ഇഷ്ടം. വളരെ ശ്രദ്ധിച്ചെടുത്ത് നല്ല ടേസ്റ്റോടുകൂടി അതൊരു തോരനായി കിട്ടും. കണ്ടോ, അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അതിഥികൾ വരുമ്പം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറിവേപ്പിലയും ഈ വറ്റൽമുളകൊക്കെ ഇതിൻ്റെ ഭംഗിയും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചെയ്യുക, നല്ല ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയിൽ ചെയ്യാൻ മറക്കരുത്. വെളിച്ചെണ്ണയിൽ മാത്രമേ ഇത് ചെയ്യാവൂ, എന്നാലാണ് അതിൻ്റെ രുചി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പുതിയ വിഭവമായി വീണ്ടും വരും. നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.